സിറ്റിംഗ് എം പിയും രണ്ട് സിനിമാ നടന്മാരും ശക്തമായ ത്രികോണ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മണ്ഡലമാണ് കൊല്ലം. സിറ്റിംഗ് എം പി NK പ്രേമചന്ദ്രൻ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അതേപോലെ കൊല്ലം MLA, കഴിഞ്ഞ തവണത്തെ MLAയും ഇത്തവണത്തെ MLAയുമായ മുകേഷ്, സിനിമാ നടനുമായ മുകേഷാണ് LDFൻ്റെ സ്ഥാനാർത്ഥി. കൃഷ്ണകുമാർ, സിനിമാ നടനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ട BJP സ്ഥാനാർത്ഥിയുമായ കൃഷ്ണകുമാറാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥി. അങ്ങനെ മൂന്ന് പ്രമുഖരായ നേതാക്കൾ മത്സരിക്കുന്ന ശക്തമായ പോരാട്ടം നടക്കുന്നൊരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കൊല്ലം. NK പ്രേമചന്ദ്രൻ കഴിഞ്ഞ രണ്ട് തവണ 2014-ലും 2019-ലും കൊല്ലത്തെ MP ആയിരുന്നു. അതിനുമുമ്പ് 96-ലും 98-ലും അദ്ദേഹം കൊല്ലത്തെ MP ആയിരുന്നു. കൊല്ലത്തെ സാമാന്യം ജനസ്വാധീനമുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ NK പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താൻ എല്ലാവിധ അടവുകളും CPM പയറ്റും എന്നുള്ളത് വളരെ ഉറപ്പാണ്. 2006-ൽ അദ്ദേഹം VS അച്യുതാനന്ദൻ നിയമസഭയിൽ LDF മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നു. മന്ത്രി എന്ന നിലയിൽ മികച്ച ഒരു മന്ത്രി എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ആളാണ്. അതേപോലെ തന്നെ മികച്ച പാർലമെൻറ്റേറിയൻ, പാർലമെൻറ്റിനകത്ത് ചർച്ചകളിലും അതേപോലെ തന്നെ നിയമനിർമ്മാണ വേളകളിലൊക്കെ തന്നെ വളരെ സജീവമായി ഇടപെടുന്ന RSP അംഗമാണ് പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പാർട്ടി വളരെ ചെറിയ പാർട്ടിയാണെങ്കിലും അദ്ദേഹം സ്വന്തം നിലയ്ക്ക് വളരെ സജീവമായിട്ട് ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് ജനശ്രദ്ധ ആകർഷിച്ച നേതാവാണ്. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് നിന്ന് പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ CPM അവരുടെ എല്ലാ അടവുകളും പുറത്തെടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. സിനിമാ നടൻ കൂടിയ മുകേഷാണ് കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി. MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് സജീവമായിട്ട് ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരൻ എന്ന് പറയാൻ കഴിയുന്ന ഒരാളല്ല മുകേഷ്. BJP ആകട്ടെ കുറച്ച് വൈകിയാണ് BJPയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. ഒന്നാമത്തെ പട്ടികയിലുണ്ടായിരുന്ന പേരല്ല, രണ്ടാമത്തെ പട്ടികയിലാണ് കൊല്ലത്തിൻ്റെ ലിസ്റ്റ് വന്നത്. പക്ഷേ കൃഷ്ണകുമാർ വളരെ സജീവമായിട്ട്, അല്പം വൈകിയാണെങ്കിലും സജീവമായിട്ട് അദ്ദേഹം രംഗത്തിറങ്ങുന്നു. ആ വൈകിയതിൻ്റെ കുറവുകളൊക്കെ നികത്തിക്കൊണ്ട് ഓരോ എതിർപ്പുകളെയും തനിക്ക് അനുകൂലമായി മാറ്റുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ കഴിയുക. കൊല്ലത്ത് ചന്ദനത്തോപ്പ് ITയിൽ അദ്ദേഹത്തിന് നേരെ ചെറിയ അതിക്രമമൊക്കെ ഉണ്ടായി. അതിനെ വളരെ സമർത്ഥമായിട്ട് തനിക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാൻ നല്ലൊരു പ്രചരണം നടത്താൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞിരുന്നു. പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മികച്ച പാർലമെൻറ്റേറിയനാണ് പ്രേമചന്ദ്രൻ. അദ്ദേഹത്തിന് കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ കൊല്ലം മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട്. 2014-ലെ തെരഞ്ഞെടുപ്പിൽ അന്ന് പാർട്ടി CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പ്രേമചന്ദ്രന് നേരെ പരനാറി എന്നൊരു പ്രയോഗം നടത്തിയിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു പരാമർശമായിരുന്നു അത്. അങ്ങനെ മറ്റ് പല രാഷ്ട്രീയ വിമർശനങ്ങളും പേര് പറഞ്ഞൊക്കെ ആക്ഷേപിക്കാറുണ്ടെങ്കിലും അതൊക്കെ പലരും ക്ഷമ പറയാറാണ് പതിവ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ, അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ആ പരാമർശം പിൻവലിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ NK പ്രേമചന്ദ്രന് ആ പരാമർശത്തിൻ്റെ പേരിൽ ഒരു സഹതാപ തരംഗമെങ്കിലും അദ്ദേഹത്തിന് അന്നുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിജയത്തിന് ഒരു കാരണം ഒരുപക്ഷെ ആ പരാമർശമായിരിക്കാം. കാരണം അത്ര വലിയൊരു ഭൂരിപക്ഷമൊന്നും ആയിരുന്നില്ല അന്ന്. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയെ 38,000 വോട്ടിനാണ് അദ്ദേഹം തോൽപ്പിച്ചത്. പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 1,48,000 വർദ്ധിച്ചു. അന്ന് 2019-ലെ തെരഞ്ഞെടുപ്പിൽ KN ബാലഗോപാൽ, ഇന്നത്തെ ധനകാര്യമന്ത്രി, CPM കൊല്ലം ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിരുന്ന KN ബാലഗോപാലാണ് NK പ്രേമചന്ദ്രനെ തളയ്ക്കാൻ വേണ്ടി CPM നിയോഗിച്ചത്. തുടർച്ചയായിട്ട് MA ബേബിയും KN ബാലഗോപാലും 2014-ലും 2019-ലും പരാജയപ്പെട്ടു. ഇപ്പോൾ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് സിറ്റിംഗ് MLA ആയ മുകേഷിനെയാണ്. കൊല്ലം ജില്ലയിലെ ചവറ, പനലൂർ, ചടയമംഗലം, കുണ്ട്ര, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ മണ്ഡലങ്ങൾ ചേർന്നാണ് കൊല്ലം മണ്ഡലം. വളരെ കാലം മുമ്പ് തന്നെ RSP നേതാവ് ശ്രീകണ്ഠൻ നായർ ജയിച്ചു വന്ന മണ്ഡലമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ 96-ലും 98-ലും NK പ്രേമചന്ദ്രൻ ഇവിടുന്ന് ജയിച്ചതാണ്. പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പ്രേമചന്ദ്രനെതിരായിട്ടുള്ള ഏതൊരു നീക്കവും പരമാവധി പ്രയോജനപ്പെടുത്താനാണ് CPM ശ്രമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പ്രേമചന്ദ്രൻ്റെ പേരിലുണ്ടായിരുന്ന വിവാദം കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ അവസാന ദിവസം പ്രധാനമന്ത്രി പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള 7-8 MPമാരെ ഉച്ചഭക്ഷണത്തിന് ക്ഷണിച്ചിരുന്നു. അങ്ങനെ മോദിയുടെ കൂടെ പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ് പ്രേമചന്ദ്രനെതിരായിട്ട് ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റം. അപ്പോൾ ഇതിൻ്റെ പേരിൽ പല CPM നേതാക്കളും പ്രേമചന്ദ്രനെതിരെ കടന്നാക്രമിച്ചു. പ്രേമചന്ദ്രൻ BJPയിലേക്ക് പോകുമെന്ന് പ്രഖ്യാപിച്ചു. ഒരുപക്ഷെ മറ്റ് പല പാർട്ടികളിലും BSPയിലെ അംഗങ്ങളുണ്ടായിരുന്നു, ബിജു ജനതാദളിൻ്റെ അംഗങ്ങളുണ്ടായിരുന്നു, TDP അംഗങ്ങളുണ്ടായിരുന്നു, അങ്ങനെ പല BJP അംഗങ്ങളുണ്ടായിരുന്നു. പല പാർട്ടികളിലെയും കുറച്ച് പേരെ സെലക്ട് ചെയ്ത് പെട്ടെന്ന് വിളിച്ചു വരുത്തി ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയായിരുന്നു ചെയ്ത്. അവിടെ രാഷ്ട്രീയ ചർച്ചകളൊന്നും നടന്നില്ല എന്ന് പ്രേമചന്ദ്രൻ പറയുന്നുണ്ട്. മോഡി അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ
സൗഹൃദ അന്തരീക്ഷത്തിൽ പറയുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഇതിനെയും CPM വിമർശിച്ചു. പ്രേമേന്ദ്രൻ പാർലമെൻറ്റിൽ ലോക്സഭയിൽ അംഗമാണെങ്കിൽ CPMൻ്റെ രാജ്യസഭാംഗമായ എളമരം കരീം അന്ന് പ്രേമേന്ദ്രനെതിരായ പരാമർശം നടത്തിയിരുന്നു. കാരണം അദ്ദേഹം ഇന്ത്യ മുന്നണിയെ വഞ്ചിക്കുകയായിരുന്നു എന്ന് വരെ ആരോപിച്ചു. പക്ഷേ അതിന് ശക്തമായ മറുപടിയാണ് പ്രേമേന്ദ്രൻ നൽകിയത്. കാരണം പ്രേമേന്ദ്രൻ പറഞ്ഞു, ഞാൻ ആ ഉച്ചഭക്ഷണത്തിന് ശേഷം ഞാൻ പാർലമെൻറ്റിൽ പോയി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വൈറ്റ് പേപ്പറിനെതിരായി ധവളപത്രത്തിനെതിരായിട്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു താൻ പാർലമെൻറ്റിൽ പോയി ചെയ്തത്. ഭക്ഷണം കഴിക്കാൻ എന്നെ വിളിച്ചത് ഒരു മര്യാദയുടെ പേരിലാണ്. അത് പ്രധാനമന്ത്രി എന്ന നിലയിൽ വിളിക്കുകയാണ് ചെയ്തത്. ആ ഭക്ഷണം കഴിച്ച ഉടനെ ആ ഭാഗത്തേക്ക് കോയമ്പത്തൂരിൽ നിന്നുള്ള CPMൻ്റെ MP PR നടരാജനും വന്നിരുന്നു. അദ്ദേഹം മോഡിയുടെ കൂടെ സെൽഫി എടുക്കുകയും ചെയ്തു. അപ്പം ഞാൻ വഞ്ചിക്കുകയാണെങ്കിൽ അദ്ദേഹം വഞ്ചിച്ചില്ലേ എന്ന് ചോദിച്ചു. തിരിച്ചൊരു പ്രത്യാക്രമണം കൂടി പ്രേമേന്ദ്രൻ നടത്തുകയുണ്ടായി. അതായത് പ്രേമേന്ദ്രൻ അന്ന് പറഞ്ഞത് എളമരം കരീം പാർലമെൻറ്റിൽ തനിക്കും അവസാനത്തെ ദിവസം ധവളപത്രത്തിനെതിരെ സംസാരിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് പകരം അദ്ദേഹം നേരെ പോയത് ആ പരിപാടിയിൽ പോലും പങ്കെടുക്കാതെ കോഴിക്കോട് സംഘപരിവാറിൻ്റെ തൊഴിലാളി സംഘടനയായ BMSൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു എളമരം കരീം ചെയ്തതെന്ന ആരോപണവും കൂടി അദ്ദേഹം ഉയർത്തി. അതോടുകൂടി വലിയ വിമർശനങ്ങളൊക്കെ പതുക്കെ കെട്ടടങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. ഒരുപക്ഷേ പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് ഇത് വളരെ ശക്തമായി പ്രയോഗിക്കാം എന്ന് CPM കരുതിയിരിക്കും. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ പ്രതികരിച്ചത്. പക്ഷേ ഇത്തവണ ഇലക്ഷൻ പ്രചാരണം വരുന്ന സമയത്ത് ഈ ഒരു വിഷയം ഇപ്പോൾ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ വ്യാപകമായി ഈ മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥയാണ്, കൊല്ലം മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥയാണ് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഉത്തരവാദികൾ കേരളം ഭരിച്ച 2 മുന്നണികളുമാണെന്നാണ് BJP ആരോപിക്കുന്നത്. ഇവിടെ കശുവണ്ടി തൊഴിലാളികൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ തീരദേശത്ത് മത്സ്യബന്ധന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി മത്സ്യസമ്പദ യോജന തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മോഡി എഫക്റ്റ്, ഇന്ത്യയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണ്ടലുമായി നിന്ന ഒരു നിരവധി പദ്ധതികൾ, ആ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ നിരവധി പേരുണ്ട്. അങ്ങനെ ഒരു മോഡിക്ക് അനുകൂലമായൊരു തരംഗത്തെ പരമാവധി പ്രയോജനപ്പെടുത്താനാണ് കൃഷ്ണകുമാർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലധികം വോട്ട്, ഏതാണ്ട് 10% വോട്ട് പിടിച്ച പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന് ശക്തമായൊരു അടിത്തറയുണ്ട്. അതിനകത്തുനിന്ന് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ശക്തമായൊരു ത്രികോണ മത്സരം എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് മുകേഷിനെ LDF ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. കാരണം 2014 പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും 19 ഇപ്പോഴത്തെ മന്ത്രി ബാലഗോപാലൊക്കെ പരാജയപ്പെട്ടെടുത്ത് വിജയിക്കാൻ വേണ്ടി, അതായത് NK പ്രേമേന്ദ്രനെ പിടിച്ചു കെട്ടാൻ അല്ലെങ്കിൽ NK പ്രേമേന്ദ്രനെ പരാജയപ്പെടുത്താനാണ്, അങ്ങനെ ഒരു ദൗത്യമാണ് മുകേഷിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും മണ്ഡലത്തിനകത്തും വോട്ടർമാരുടെയിലും നല്ല സ്വാധീനം പ്രേമേന്ദ്രനുണ്ട്. പ്രേമേന്ദ്രനെ ഒരു BJP അനുഭാവിയായിട്ട്, അത് പ്രേമേന്ദ്രൻ നാളെ BJPയിലേക്ക് പോകുമെന്നുള്ള പ്രചരണം ശക്തമായിട്ട് അഴിച്ചുവിടാൻ LDF ശ്രമിക്കുന്നുണ്ട്. കാരണം മുസ്ലിം വോട്ട് അത് പ്രേമേന്ദ്രൻ വീഴാതിരിക്കാനുള്ളൊരു ശ്രമമാണ്. അതേസമയത്ത് തന്നെ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പ്രേമേന്ദ്രൻ പരസ്യമായിട്ട് ഇപ്പോൾ SDPI മുസ്ലിം തീവ്രവാദ സംഘടനയായിട്ട് നേരത്തെ നിരോധിക്കപ്പെട്ട PFIയുടെ രാഷ്ട്രീയ വിഭാഗമായ SDPI, ആ SDPI UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ആ പിന്തുണ 3-4 ദിവസത്തിന് ശേഷം ആ പിന്തുണ വലിയൊരു വിവാദമായ സമയത്ത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് അത് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും അതിനെ സ്വാഗതം ചെയ്ത ആളാണ്, SDPI പിന്തുണയെ സ്വാഗതം ചെയ്ത ആളാണ് NK പ്രേമേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിക്കാൻ പ്രേമേന്ദ്രൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയത്ത് പ്രേമേന്ദ്രൻ മറുഭാഗത്ത് BJPയിലേക്ക് പോകുമെന്ന പ്രചരണം ഉന്നയിച്ചുകൊണ്ട് പ്രേമേന്ദ്രന് കിട്ടാവുന്ന ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ LDFും ശ്രമിക്കുന്നുണ്ട്. പൊതുവേ തൊഴിലാളി സംഘടനകൾക്കൊക്കെ നല്ല വേരോട്ടമുള്ള ഒരു ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റൊക്കെ ഒരു മണ്ണാണ് കൊല്ലം. പക്ഷേ വ്യാവസായികമായ കൊല്ലം ഇപ്പോഴും പുരോഗമിച്ചിട്ടില്ല. കശുവണ്ടി തൊഴിലാളികൾ, ആ കശുവണ്ടി രംഗം തന്നെ ഏതാണ്ട് നാമാവശേഷമായി, കുറച്ച് ഫാക്ടറികൾ മാത്രമാണുള്ളത്. നിരവധി പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ കശുവണ്ടി പോലുള്ള നിരവധി ചെറുകിട വ്യവസായ മേഖലകൾ, പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ തന്നെ ഏതാണ്ടൊരു അതിൻ്റെയൊക്കെ ശവപ്പറമ്പായിട്ട് മാറിയിരിക്കുകയാണ് കേരളം. കുറച്ച് വ്യവസായ സ്ഥാപനങ്ങൾ മാത്രമേ കൊല്ലത്തുള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് കൊല്ലം ഒരു പിന്നോക്ക മണ്ഡലമാണെന്ന് പറയാം. അങ്ങനെ ആ മണ്ഡലത്തിൻ്റെ വികസനം എന്നുള്ളതാണ് ഇപ്പോൾ 3 മുന്നണികളും, നിലവിലുള്ള MP ആണെങ്കിലും നിലവിലുള്ള ഭരണകക്ഷിയാണെങ്കിലും കേന്ദ്രത്തിലെ ഭരണകക്ഷിയാണെങ്കിലും കൊല്ലത്തെ വ്യാവസായിക വികസനത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കൊല്ലം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ദേശീയപാത വികസനമൊക്കെ ചെയ്തതിൻ്റെ ക്രെഡിറ്റാണ് കൃഷ്ണകുമാർ അവകാശപ്പെടുന്നത്. അതേസമയത്ത് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളാണ് മുകേഷ് അവകാശപ്പെടുന്നത്.
മണ്ഡലത്തിലെ MP എന്ന നിലയിൽ താൻ ജനങ്ങളുടെ കൂടെ നിന്ന കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് പ്രേമചന്ദ്രൻ പ്രവർത്തിക്കുന്നത്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ്.com സബ്സ്ക്രൈബ് ചെയ്യുക.